ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. ഇന്ന് വന്നിരിക്കുന്നത് RTOയുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാണ്ട് ഒരുപാട് നാളായി. ഇപ്പോൾ കമൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണം. പക്ഷെ നമ്മൾക്ക് അതിനെപ്പറ്റി കറക്റ്റ് ധാരണ ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ മനോരമ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ FB പേജിലുള്ളൊരു ചാനലാണ്, ഒരു പേജാണ്. അപ്പോൾ അതിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ കുറേ ധാരണ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് നമുക്കൊന്ന് കേട്ട് നോക്കാം. വാഹനത്തിലെ സ്റ്റിക്കറുകൾ പതിപ്പിക്കുന്നതിനെ പറ്റി ഒത്തിരി നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഡോക്ടറുടെ സ്റ്റിക്കർ പറിച്ചു കളഞ്ഞു, അല്ലെ അഡ്വക്കേറ്റിന്റെ സ്റ്റിക്കർ പറിച്ചു കളഞ്ഞു. ഇതൊക്കെ വെറും നുണപ്രചരണങ്ങൾ മാത്രമാണ്. വാഹനത്തിൽ ഉള്ളിലിരിക്കുന്നവരുടെ കാഴ്ച മറയാത്ത തരത്തില് അത്തരത്തിൽ സ്റ്റിക്കറുകളൊന്നും ഒട്ടിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേകിച്ച് അംഗീകാരവും കൊടുക്കുന്നില്ല. അങ്ങനെയുള്ളതിന് മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേകിച്ച് കേസുകളും ചാർജ് ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഇഷ്ടദൈവങ്ങൾ ഇപ്പം പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ വാഹനത്തിന്മേ പേര് എഴുതാണ്. ഇപ്പം ഞാൻ വണ്ടിയും എഴുതിയിട്ടുണ്ട്, കാച്ചിപ്പള്ളി നടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ദൈവങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ഒട്ടിക്കണം. അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ലോഗോസും കാര്യങ്ങളൊക്കെ ഒട്ടിക്കണം. ഡോക്ടറുടെ സ്റ്റിക്കർ ഒട്ടിക്കണം, അല്ലെങ്കിൽ വക്കീലിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കണം. അപ്പം അങ്ങനെയൊക്കെ ഒട്ടിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് കേസ് എടുക്കുന്നില്ല. അങ്ങനെ ഒട്ടിക്കുന്നതിന് കേസ് എടുക്കുന്നില്ല എന്ന് തന്നെയാണ് ആ സാറ് നമ്മൾക്ക് വ്യക്തമായിട്ട് പറയുന്നത്. അങ്ങനെ അതായത് വാഹനത്തിൻ്റെ വിസിബിലിറ്റി, അതായത് നമ്മുടെ അകത്തേക്ക് കാണാനുള്ള ആ കാഴ്ചയെ മറയത്തക്ക രീതിയിലല്ലാത്ത സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നതിന് പ്രത്യേകിച്ച് കേസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഓക്കെ, അടുത്ത നമുക്ക് കേൾക്കാം. നിയമപരമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഗ്ലാസിന്റെ സുതാര്യതയെ ബാധിക്കുന്ന രീതിയിലുള്ള കർട്ടനുകൾ ഇടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗ്ലാസിന്റെ സുതാര്യത എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഗ്ലാസിനകത്തേക്കുള്ള കാഴ്ച എന്നല്ല പറഞ്ഞിരിക്കുന്നത്. രണ്ടാണ്. ട്രാൻസ്പെറൻസി ഓഫ് വിൻഡോ ഗ്ലാസ് എന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. കോടതി അത് തന്നെ ഹൈലൈറ്റ് ചെയ്ത് ട്രാൻസ്പെറൻസി ഓഫ് വിൻഡോ ഗ്ലാസിനെ ബാധിക്കത്തക്ക രീതിയിലുള്ള കർട്ടനുകളും സ്ക്രീനുകളും പാടില്ല. ഒരു ഗ്ലാസിന്റെ അകത്ത് കർട്ടൻ ഇടുവാണ്. ഗ്ലാസിന്റെ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടെ വരെയാ? ഗ്ലാസിന്റെ പുറം മുതൽ ഗ്ലാസിന്റെ അകം വരെയാണ് ട്രാൻസ്പെറൻസി. ശരിയാണോ? ഫിലിം ഒട്ടിക്കുവാണെങ്കിൽ എവിടെയാണ്? ഗ്ലാസിന്റെ അകത്തെ വശത്താ. അപ്പൊ ഗ്ലാസിന്റെ പുറത്തുനിന്ന് അകത്തോട്ട് വരുമ്പോൾ ഈ ഫിലിമിന്റെ കൂടി ഇപ്പുറത്ത് വരുമ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പൊ ഫിലിം പറ്റില്ല. കട്ടൺ എന്ന് പറഞ്ഞാൽ ഗ്ലാസിന്റെ ട്രാൻസ്പെറൻസി പോകത്തില്ല. കട്ടൺ അതേ നിന്ന് മാറിയാ നിൽക്കുന്നത്. അതൊരു ലീഗൽ ആസ്പെക്ട് ആണ്. അത് കോടതിയുടെ മുമ്പ് ഇനിയും പ്രസന്റ് ചെയ്തൊരു അതിന്റെ എത്ര പതിരും നല്ലതും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഫ്രണ്ട് ഗ്ലാസിന് 70 സുതാര്യത ഉണ്ടായിരിക്കണം. ഫ്രണ്ട് പുറകെ ഗ്ലാസിന്, സൈഡിലത്തെ ഗ്ലാസുകൾക്ക് 50% സുതാര്യമായിരിക്കണം. അതായത് ആൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗ്ലാസിൻ്റെ വിൻഡോ ഗ്ലാസ്സുമ്പോൾ നമ്മൾ കൂൾ ഫിലിം ഒട്ടിക്കുന്നുണ്ടല്ലോ. കൂൾ ഫിലിം ഒട്ടിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ കർട്ടൺ നമ്മൾക്ക് ഇടാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ കൂൾ ഫിലിം ഒട്ടിക്കുന്നത് നിയമവിരുദ്ധമാണ്, പക്ഷേ കർട്ടനായിട്ട് നമ്മൾക്ക് ഇടാനായിട്ട് സാധിക്കും. മുഖ്യമന്ത്രിയുടെയൊക്കെ വാഹനങ്ങളിൽ കർട്ടൻ ഇടാനായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്ക് എന്താവും എന്നുള്ള രീതിയിൽ. പക്ഷേ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഗ്ലാസ്സുമ്പോൾ ഒട്ടിക്കുന്നത് പ്രശ്നമാണ്. പക്ഷേ ഗ്ലാസിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ വരണ ആ ഒരു ഭാഗത്ത് എന്ത് നമ്മൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ആ സാറ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊരു വ്യക്തത നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കർട്ടൻ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പലയിടത്തും കാണാവുന്നത് വാഹനത്തിന് പുറകിലുള്ള ടെയിൽ ലാമ്പ് റെഡ് കളറാണ്, അതിൽ റിഫ്ലക്ടർ ഉണ്ട്. അതിന്റെ പുറത്തേക്ക് ബ്ലാക്ക് കളറിൽ സ്റ്റിക്കർ ഒട്ടിച്ച് മാസ്ക് ചെയ്യും. അപ്പം വാഹനം രാത്രിക്ക് പുറകിൽ നിന്ന് വരുന്ന ലൈറ്റ് അടിക്കുമ്പോൾ റിഫ്ലക്ട് ചെയ്തില്ല. ടെയിൽ ലാമ്പ് ഉണ്ടെങ്കിൽ പുറകിൽ വിസിബിലിറ്റി ഇല്ല, റോഡ് സുരക്ഷയെ ബാധിക്കും, മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കും. അപ്പൊ സ്റ്റിക്കർ ചെറിയ സ്റ്റിക്കർ ആണല്ലോ ഒട്ടിച്ചത്, പിടിച്ചല്ലോ എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. അതായത് നമ്മളിപ്പോൾ വാഹനത്തിൻ്റെ പുറകിൽ ടെയിൽ ലാമ്പുമൊക്കെ മാസ്കിങ് ചെയ്യാറുണ്ട്. മാസ്കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്മോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ സ്മോക്ക് ചെയ്യുമ്പോൾ എന്തോ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റും കാര്യങ്ങൾ ഇൻഡിക്കേറ്റർ, റിവേഴ്സ് ലൈറ്റ്, അതുപോലെ തന്നെ പാർക്ക് ലൈറ്റ് ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. പക്ഷേ നമ്മളാകുമ്പോൾ ഉള്ള ആ റിഫ്ലക്ഷൻ ഉണ്ടാവും എല്ലാ ടെയിൽ ലാമ്പും. അത് നമ്മൾക്കിപ്പോൾ ഒരു വണ്ടി ബാക്കിൽ നിന്ന് വന്നിട്ട് വൈകുന്നേരം നേരത്തെ ഹെഡ്ലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയുടെ റിഫ്ലക്ഷൻ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കും. അപ്പോൾ ഒരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചത് കൊണ്ട് എൻ്റെ വണ്ടിക്ക് കേസ് എടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ആൾ പറയുന്നത്. അതുപോലെ തന്നെ ഒരു വെള്ള നിറമുള്ള കാറ്, ഉദാഹരണത്തിന് ഒരു സ്വിഫ്റ്റ് കാറ് വെള്ള, അതിന് മൊത്തം ഇപ്പൊ പല കളറിലുള്ള സ്റ്റിക്കേഴ്സ് ആഫ്റ്റർ മാർക്കറ്റിൽ ലഭ്യമാണ്. മൊത്തം ഒരു വയലറ്റ് കളറുള്ള സ്റ്റിക്കർ കൊണ്ട് പൊതിഞ്ഞു. അങ്ങനെ പോയി ആ വാഹനം വയലറ്റ് കളറുള്ള വാഹനമായിട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു അപകടം ഉണ്ടാക്കി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചുപറി നടത്തി, ഇങ്ങനെ പോകുമ്പോൾ ഈ വയലറ്റ് കളറുള്ള വാഹനങ്ങളുടെ, സ്വിഫ്റ്റ് കാറുകളുടെ ലിസ്റ്റ് തരണമെന്ന് പറഞ്ഞ് പോലീസ് വകുപ്പ് മോട്ടോർ വാഹന വകുപ്പിനെ സമീപിക്കാറുണ്ട്.
യഥാർത്ഥത്തിൽ അവിടെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട വാഹനം വെള്ള നിറമുള്ള വാഹനമാണ്. പക്ഷേ സ്റ്റിക്കർ ഒട്ടിച്ച് വയലറ്റ് നിറമാക്കിയത് കൊണ്ട് വയലറ്റ് വാഹനം അന്വേഷിച്ച്, അതായത് നമ്മൾ വാഹനത്തിൽ റാപ്പിംഗ് ചെയ്യുന്നത്, അതായത് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് റാപ്പ് ചെയ്യാറുണ്ട്. വാഹനം ഇപ്പോൾ വൈറ്റ് കളറാണെങ്കിൽ നമ്മൾ വേറൊരു കളറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് റാപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ തന്നെയുണ്ട്. അപ്പോൾ അത് ചെയ്യണത് നിയമവിരുദ്ധമെന്നാണ് ആൾ പറയുന്നത്. പക്ഷേ നമ്മൾ അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, നമ്മുടെ പിങ്ക് പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസ് ഉണ്ട്, എല്ലായിടത്തും ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, തൃശ്ശൂരൊക്കെ ഉണ്ട് പിങ്ക് പോലീസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ പിങ്ക് പോലീസ് എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ കളർ ശരിക്കും ഡിസൈർ ആയിരിക്കും. എല്ലാ വാഹനങ്ങളും, മിക്ക വാഹനങ്ങൾ ഡിസൈറാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൻ്റെ കളർ ശരിക്കും വൈറ്റ് കളറാണ്, പേൾ വൈറ്റ് കളറാണ് ആ വണ്ടി. ശരിക്കും ഇപ്പോൾ യൂട്യൂബിൽ തന്നെ, ഫേസ്ബുക്കിൽ തന്നെ ഒരു ഇതുണ്ടായിരുന്നു, അതിൽ RTOയുടെ എതിർത്തിട്ട് പേൾ വൈറ്റ് എന്ന കളറാണ്. പക്ഷേ പിങ്ക് കളറിൽ ആ വണ്ടി റാപ്പ് ചെയ്യുന്നു. അപ്പോൾ അതെന്തുകൊണ്ട് ആണ് അത് കളറ് പേപ്പറിൽ ചേഞ്ച് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. അതൊരു ചോദ്യചിഹ്നം. അതേസമയത്ത് വീലുകളും അലോയ് വീലുകളൊക്കെ ഘടിപ്പിക്കുന്നതിൽ വാഹനത്തിൽ നിർമ്മാതാവ് അംഗീകരിച്ചിരിക്കുന്ന സൈസിലുള്ള വീൽ ഡിസ്കുകളും ടയറുകളും ഇടുന്നതിന് നിയമപരമായിട്ട് തടസ്സമില്ല. അത്തരത്തിലുള്ള ഡിസ്ക് മാറ്റി ഒരു അലോയ് വീൽ ഘടിപ്പിച്ചു എന്ന് പറഞ്ഞ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കില്ല. പക്ഷേ ഇവിടെ വാഹന ഉടമകൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഏതൊരു മോട്ടോർ വാഹനത്തിലും വന്നിരിക്കുന്ന ഒരു ചെറിയ നട്ട് ബോൾട്ട് മുതൽ ഒരു സ്ക്രൂ മുതൽ എല്ലാ സാധനങ്ങളും ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്, അതൊരു ഗുണനിലവാരം ഉറപ്പാക്കിയതിന് ശേഷമാണ് വാഹനത്തിൽ ഉപയോഗിക്കാനായി അനുവദിക്കുന്നത്. വീൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ വീൽ ഒന്നിന് 5000 വെച്ച് 20,000 രൂപ പിഴയടപ്പിക്കുന്നു. ചില വാഹനങ്ങൾക്ക് 80,000 രൂപ പിഴയടപ്പിക്കുന്നു. പിന്നെ അത് 50,000 കുറച്ച് കിട്ടി. ഇതെല്ലാം നുണപ്രചരണങ്ങളാണ്. അലോയ് വീലൊക്കെ വാഹനത്തിന്റെ ബോഡിക്ക് പുറത്തേക്ക് തള്ളി നിന്ന് മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രൊജക്ഷനുള്ള അലോയ് വീലുകൾക്ക് മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കുന്നത്. അതായത് നമ്മൾ അലോയ് വീൽസിനൊക്കെ 5000 രൂപ ഫൈൻ ചെയ്യണ്, 20,000 രൂപ ഫൈൻ ചെയ്യണ്. അതായത് വീൽ ഒന്നിന് 5000 രൂപ വെച്ചാകുമ്പോൾ 4 വീലിന് 20,000 രൂപ ഫൈൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രചരണം എന്നാണ് ആള് പറയുന്നത്, സാറ് പറയുന്നത്. ചിലപ്പോൾ ആയിരിക്കട്ടെ, എനിക്കറിയില്ല വ്യക്തമായിട്ട്. ഇപ്പോൾ അലോയ് വീലിന് ഒന്നിന് 5000 രൂപ ഫൈൻ ചെയ്ത ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ആള് വ്യക്തമാക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഇപ്പോൾ സെയിം ഡിസ്ക് ഇപ്പോൾ 14 വീൽ ഡിസ്ക്, നമ്മുടെ ഇപ്പോൾ വീൽ ഡിസ്കിൻ്റെ അളവ് 14 ആണെങ്കിൽ ആ 14 സൈസിലുള്ള സെയിം സൈസിലുള്ള അലോയ് വീലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ആ സാറ് പറയുന്നത്. വ്യക്തമാണ്. അതായത് നമ്മൾക്ക് ഇപ്പോൾ സെയിം സൈസിലുള്ള അലോയ് വീൽസും കാര്യങ്ങളൊക്കെ. പക്ഷേ ആൾ വേറൊരു കാര്യം പ്രധാനമായിട്ട് പറയുന്നുണ്ട്, ബ്രാൻഡഡ് ആയിരിക്കണം. അതായത് നമ്മളിപ്പോൾ ലോക്കൽ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കളറ് നേവി ബ്ലൂ, ഒലിവ് ഗ്രീൻ ഒഴികെയുള്ള മറ്റ് കളറുകൾ നിയമാനുസൃതം നമുക്ക് അംഗീകാരമുണ്ട്. അത് നമുക്കിപ്പം വെള്ള വണ്ടി എടുത്ത് കുറച്ച് കഴിയുമ്പോൾ കറുത്ത വണ്ടി ആക്കണമെങ്കിൽ എൻ്റെ വണ്ടിക്ക് ഞാൻ ഇന്ന കളർ അടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അപേക്ഷ രജിസ്റ്ററിംഗ് അതോറിറ്റി, അതായത് ജോയിന്റ് ആർടിഒയ്ക്ക് നൽകി കഴിഞ്ഞാൽ അതിന് നിശ്ചിത ഫീസും അടച്ചു കഴിഞ്ഞാൽ അതിന് പെർമിഷൻ ലഭിക്കും. വാഹനം ആ കളർ അടിച്ചതിന് ശേഷം ഹാജരാക്കി കഴിഞ്ഞാൽ വാഹനത്തിന്റെ RC ബുക്കിനകത്ത്. എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സാർ പറഞ്ഞത്, നമ്മളുടെ വാഹനത്തിൻ്റെ കളർ ഏത് സമയത്ത് നമ്മൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് നേവി ബ്ലൂ അതുപോലെ തന്നെ ഒലിവ് ഗ്രീൻ എന്ന് പറയുന്ന കളർ ഒഴിച്ച് ബാക്കി ഏത് കളർ വേണമെങ്കിലും നമ്മൾക്ക് വാഹനത്തിൽ അടിക്കാനായിട്ടുള്ള പെർമിഷൻ ഉണ്ട് എന്നാണ് ആൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏത് കളർ അടിച്ചാലും നമ്മൾക്ക് ആ പേപ്പറിലൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഏത് കളർ വേണമെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക വാഹനത്തിൽ പെയിൻറ്റിങ് ചെയ്യാവുന്നതാണ്. RC ബുക്കിൽ അത് ക്ലിയർ ചെയ്താൽ മതി. പാവപ്പെട്ടവന് ഒന്നും പറ്റത്തില്ല, പണക്കാരൻ എന്തുവാകാം. അതിന് ഉദാഹരണം പറയുന്നത്, ബുള്ളറ്റിന്റെ സൈലൻസർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കുന്നു. ഹാർലി ഡേവിഡ്സൺ ഇതുപോലെ തന്നെ ഒച്ചയുള്ള സൈലൻസറിന് കേസെടുക്കുന്നില്ല. അപ്പൊ എന്താണ് യാഥാർത്ഥ്യം? നിങ്ങൾ തിരിച്ചറിയൂ. ഏത് വാഹനത്തിനും രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ വാഹനത്തിന്റെ സൈലൻസർ, അതിന്റെ സൗണ്ട്, അതിന്റെ വായു മലിനീകരണം, ഈ 2 കാര്യങ്ങളും കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടെന്ന് ടെസ്റ്റിംഗ് ഏജൻസി, ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ അല്ലെങ്കിൽ CIRT പോലുള്ള ഏജൻസികൾ ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത സർട്ടിഫിക്കറ്റ് സഹിതമാണ് വാഹനം രജിസ്റ്റർ ചെയ്യുന്നത്. ഹാർലി ഡേവിഡ്സന്റെ ബൈക്കിന് നമ്മൾ കേൾക്കുന്നു എന്നുണ്ടെങ്കിലും അതിന്റെ സൗണ്ടും അതിന്റെ പൊല്യൂഷൻ നോംസും കംപ്ലൈന്റ് ചെയ്യുന്ന രീതിയിലുള്ള സൈലൻസറാണ് ആ വാഹനത്തിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതേ ട്യൂണിങ് കിട്ടത്തക്ക രീതിയിൽ മറ്റൊരു മോട്ടോർ സൈക്കിളിന് ആ സൈലൻസർ വാങ്ങി വെക്കുമ്പോൾ അത് പൊല്യൂഷന്റെ നോംസ് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടോ, സൗണ്ട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇത്തരത്തില് അത് ഉറപ്പാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ സ്പൂരിയസ് ആയിട്ടുള്ള സൈലൻസറുകൾ വാങ്ങി വെക്കരുതെന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പൊ മോട്ടോർ വാഹന വകുപ്പിന്റെ പക്കൽ ഡെസിബൽ മീറ്ററൊക്കെ ലഭ്യമാണ്. സൈലൻസറിന്റെ ഒക്കെ സൗണ്ടുകൾ അനുവദനീയമായ സാർ പറയുന്നത്, നമ്മളിപ്പോൾ ബുള്ളറ്റിൻ്റെ കാര്യം സൈലൻസറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നല്ല സൗണ്ട് ഉണ്ടാക്കി നമ്മൾ കൊണ്ടുനടക്കുകയാണ്. അതുപോലെ തന്നെ ഹാർലി ഡേവിഡ്സൺ കൊണ്ടുനടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു ചോദ്യമാണ്, പണക്കാർക്ക് എന്ത് പോകാം, പാവപ്പെട്ടവർക്കൊന്നും ആവരുന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഞാനത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർലി ബുള്ളറ്റിനേക്കാളും സൗണ്ട് കൂടുതൽ എന്തായാലും ഹാർലി ഡേവിഡ്സൺ തന്നെയാണ്. അപ്പോൾ ആൾ പറയുന്നു സൗണ്ട് നമ്മൾ മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ സൗണ്ടിൻ്റെ മീറ്റർ വെച്ചിട്ട് ഹാർലി ഡേവിഡ്സനെ ചെക്ക് ചെയ്താലും ആ ഒരു മീറ്ററിൽ അത് ഇറർ തന്നെ കാണിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം എനിക്കറിയാം
ഹാർലി ഡേവിഡ്സൻ്റെ സൗണ്ടും ബുള്ളറ്റിൻ്റെ സൗണ്ടും ഞാൻ എടുത്ത് തന്നെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഒരു ക്ലാരിഫൈ കിട്ടിയിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ തന്നെ വാഹനത്തിൽ വന്നതല്ലാതെ മറ്റൊരു സൈലൻസർ ഓൾട്ടർ ചെയ്ത് വെക്കാൻ പാടില്ല. വാഹനത്തിൽ ഓൾട്ടറേഷൻ പെർമിറ്റഡ് ആണ്. ഒരു സൈലൻസർ പോയി കഴിഞ്ഞാൽ അതേ കമ്പനിയുടെ തന്നെ സൈലൻസർ നമ്മൾക്ക് ഓൾട്ടർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിയമം അത് ഉള്ള കാര്യം തന്നെയാണ്. കാരണം കാറ്റലിറ്റർ കൺവേർട്ടറും കാര്യങ്ങളെല്ലാം വരുന്ന സൈലൻസേഴ്സ് ആണ് ഇപ്പോൾ വരുന്നത്. അതായത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പൊല്യൂഷനും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള സൈലൻസറും കാര്യങ്ങളൊക്കെ വരുന്നത്. അന്തരീക്ഷത്തിലേക്ക് പൊല്യൂഷൻ കാര്യങ്ങളും വരാത്ത രീതിയിലുള്ള സൈലൻസറുകൾ നമുക്ക് മാറ്റി വയ്ക്കുന്നതുകൊണ്ടും പ്രശ്നമാണെന്നാണ് ആൾ പറയുന്നത്. കാര്യം വേറെ വണ്ടിയുടെ വേറെ കമ്പനിയുടെ സൈലൻസർ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് ആൾ വ്യക്തമാക്കുന്നത്. മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വാഹനത്തിൽ നമുക്ക് നിയമപരമായിട്ട് വരുത്താവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വാഹനത്തിന് എഞ്ചിൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ എഞ്ചിൻ മേടിച്ച് വെക്കാം. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ നമുക്ക് ഡീസൽ എഞ്ചിൻ വാങ്ങി വെക്കാൻ അനുവാദം കിട്ടില്ല. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ പെട്രോൾ എഞ്ചിൻ തന്നെ നമുക്ക് അതായത് വാഹനത്തിൻ്റെ എഞ്ചിൻ നമുക്ക് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെയിം CCയുടെ ഇപ്പോൾ 1000 cc വാഹനമാണ്, 1000 cc എഞ്ചിൻ പെട്രോൾ എഞ്ചിനാണെങ്കിൽ പെട്രോൾ എഞ്ചിൻ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ആൾ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ സ്വിഫ്റ്റ് കാർ പെട്രോൾ എഞ്ചിനാണ്, എൻ്റെ എഞ്ചിൻ കംപ്ലൈൻറ്റ് വന്നു, ആ ഷോറൂമിൽ തന്നെ ആ സ്വിഫ്റ്റ് കാറിൻ്റെ സെയിം മോഡലുള്ള എഞ്ചിൻ നമ്മൾക്ക് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഇത്രയും കേട്ട ഒരു വീഡിയോ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. കുറച്ച് ക്ലാരിഫൈ വരുത്താൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തുന്ന ഒരു പ്രശ്നങ്ങളാണ്. അതായത് ഈ RTO ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്, ഒരുപാട് ഫൈനും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു സാറ് നമ്മൾക്ക് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ഡോക്ടറുടെ സ്റ്റിക്കർ ഒട്ടിച്ചു എന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേര് എഴുതിയെന്ന് പറഞ്ഞിട്ട് RTO പിടിക്കണ നമ്മൾക്ക് അങ്ങോട്ട് പറയാം ാണ് ഇതേ ഇങ്ങനെയെല്ലാം നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഫൈൻ ചെയ്യണതെന്ന് അങ്ങോട്ട് നമ്മൾക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് സാറ് വ്യക്തമാക്കണം. മനോരമ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിലാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ഓക്കെ, വ്യക്തമായിട്ട് പറയുന്നുണ്ട് സാറ് നല്ല രീതിയിൽ തന്നെ അത് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സാറിന് വളരെയധികം നന്ദി പറയുന്നു. പിന്നെ നമ്മൾക്ക് കുറേ ആൾ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ ഗ്ലാസ്സുമ്പോൾ നമ്മൾക്ക് കൂൾ സ്റ്റിക്കർ പാടില്ല, പക്ഷേ കർട്ടൻ ഇടാനായിട്ട് സാധിക്കും. കൂൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുകൊണ്ട് നമ്മൾക്ക് അകത്തെ കാര്യങ്ങൾ കാണാണ്ടിരിക്കില്ല, പക്ഷേ കർട്ടൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒട്ടും കാണില്ലല്ലോ അകത്തേക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് നിയമത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ ആളും വ്യക്തമാക്കുന്നുണ്ട് അതിൽ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുന്നതാണ്. നമ്മുടെ ഗ്യാരേജിൽ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.